ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതവിടെ മക്കളെല്ലാവരും പോയി, ഏട്ടനും പോയതിന് ശേഷമാണ് എൻ്റെ വീഡിയോ എടുപ്പും എൻ്റെ കാര്യമായിട്ടുള്ള വീട്ടു ജോലികളൊക്കെ തുടങ്ങണം കേട്ടോ. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഒരുങ്ങുകയെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, രാവിലെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി മക്കൾക്കും ഏട്ടനൊക്കെ കൊടുത്ത് അവരെല്ലാവരെയും പറഞ്ഞു വിട്ടു. അതിന് ശേഷമാണ് അടുക്കളയുമായിട്ടുള്ള നമ്മുടെ യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമ്മളിതാ അവിടെ അടുക്കളയിലെ പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇതാ ഈ ഒരു ഭാഗത്തെ മുറ്റമൊക്കെ അടിക്കുന്നു. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റതും മുറ്റം അടിക്കാനുള്ള സമയമൊന്നുമില്ല കേട്ടോ. സമയമില്ല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വേഗം അടിച്ചിട്ട് ഒരുക്കി നമ്മളും വീട്ടിൽ ഒരുക്കിയിട്ടൊക്കെ എവിടെയും പോകാനൊന്നുമില്ലല്ലോ. അത് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ പണിയൊക്കെ ഇപ്പോൾ എല്ലാവരും പോയതിന് ശേഷമാണ് കേട്ടോ അടുക്കലും പെറുക്കലും വൃത്തിയാക്കലും ഒക്കെ ചെയ്യണത്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ഭാഗത്തെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു കോരുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ നനച്ചിട്ട് വേണം മുറ്റത്ത് ചൂരിടാനായിട്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ പൊടി മൊത്തം അങ്ങോട്ട് പാറി പറന്ന് നമ്മുടെ ഓടിൻ്റെ ഇടുക്കക്കൂടിയും ജനാല വഴി കൂടിയും ഒക്കെ പോയിട്ട് അടുക്കളയിൽ മൊത്തം മണ്ണും പൊടിയൊക്കെ ആവും. നമ്മൾ പാത്രങ്ങളൊക്കെ മോറിയെടുത്ത് വയ്ക്കുമല്ലോ, അപ്പോൾ അതിലിങ്ങനെ പൊടികളൊക്കെ വരാറുണ്ട് കേട്ടോ. എന്താണ് പറഞ്ഞാൽ ഈ പൊടി ഇങ്ങനെ അടിക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ മുറ്റം അടിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം തളിച്ച് അടിക്കണമെന്നില്ല, അല്ലാത്ത സമയത്ത് കാറ്റ് വരുമ്പോൾ ഒക്കെ അങ്ങനെ പോവുക തന്നെ. എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് ഉമ്മറമുറ്റം അടിക്കുമ്പോഴും. അപ്പോൾ എന്താണെങ്കിലും ഇതാ നമ്മൾ അടിച്ചു കോരി അങ്ങോട്ട് തീയിടുന്ന അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു ട്രിപ്പ് കഴുകി എടുത്തതാണ്. പിന്നെ രാവിലെ കഴിക്കാനുണ്ടാക്കിയതിൻ്റെയും കഴിച്ചതിൻ്റെയും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ ഉണ്ടാവും. എന്താണെങ്കിലും 2 പ്രാവശ്യം കഴുകാനുള്ളത് ഉണ്ടാവും കേട്ടോ രാവിലെ എപ്പോഴും. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ഇനിയിപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി പെറുക്കി വെച്ചിട്ട് വേറെ പണിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനായിട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും കഴിച്ച് ഇട്ട പാത്രമുണ്ട്, പിന്നെ ഹോട്ട് ബോക്സ്, പിന്നെ എന്താണ് ചോറും പാത്രവും ചട്ടി പറഞ്ഞ പോലെ എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് മോറി വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് പാത്രമൊക്കെ കഴുകൽ. ഇവിടെ ചെറിയൊരു സിങ്കും ഈ ഒരു ചെറിയൊരു ടാങ്കും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ടാങ്കിനകത്ത് ടാപ്പൊക്കെ ഉണ്ട് കേട്ടോ, അതിൽ വെള്ളമൊക്കെ വരും. പക്ഷേ ഈ ടാങ്ക് ലീക്ക് ആയതുകൊണ്ട് പിന്നെ അതിൽ കുറച്ച് ചെളിയും ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് ആമ്പലും ഒക്കെ ഇട്ട് വെള്ളമൊക്കെ നിറച്ചിട്ട് അതിൽ ഗപ്പി ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആ ടാങ്ക് യൂസ് ചെയ്യില്ല കേട്ടോ. ഇതുപോലെ ഒരു ബക്കറ്റ് കൊണ്ട് വെച്ചിട്ട് അതിൽ വെള്ളം നിറച്ചിട്ടാണ് നമ്മൾ പാത്രമൊക്കെ കഴുകി എടുക്കുന്നത്, ടാങ്ക് ഓട്ടയായതുകൊണ്ട്. അപ്പോൾ പിന്നെ ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് കഴുകുകയാണെങ്കിലും പിന്നെയും ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. ഇതാകുമ്പോൾ പിന്നെ ഓരോ കുടം 2 കുടം എടുത്തിട്ട് അപ്പോഴേക്കപ്പം അങ്ങനെ കഴുകി അങ്ങോട്ട് എടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നാറില്ല കേട്ടോ. ടാപ്പ് വെള്ളം അങ്ങനെ പിടിച്ച് കഴുകണം, അങ്ങനെ എന്താ പറയുക, ഒരുപാട് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവിടെ നിന്ന് തന്നെയാണ് നമ്മളും വന്നിരിക്കുന്നത്. അതിപ്പോൾ അങ്ങനെ ശീലമാണ് കേട്ടോ, എനിക്കങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില കമൻറ്റുകളൊക്കെ കാണാറുണ്ട് വീഡിയോയിൽ അടുക്കളയിൽ എല്ലാ സൗകര്യങ്ങളും വരുത്തുക. കാരണം പുറത്തൊക്കെ പോയി കഴുകില്ലേ രാത്രിയൊക്കെ, അതുകൊണ്ട് അടുക്കളയിൽ തന്നെ ടാപ്പൊക്കെ വെച്ച് സിങ്കൊക്കെ വെച്ച് അങ്ങനെ സെറ്റപ്പൊക്കെ ആക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആഗ്രഹമൊന്നും ഇല്ലാണ്ടല്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു പഴയ വീട്ടിൽ വീണ്ടും നമ്മൾ മോഡിഫൈ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു വീട് ഉണ്ടാക്കാനുള്ളൊരു എന്താ പറയുക മനസ്സ് പോകും. ഇത് ഉണ്ടല്ലോ, ഇത്രയും സൗകര്യമുള്ള വീടല്ലേ, ഇനിയിപ്പോൾ ഇത് മാറ്റണ്ട അല്ലെങ്കിൽ പൊളിക്കണ്ട എന്നൊക്കെ ഉണ്ടാവും. പിന്നെന്താണ്, എല്ലാം നമുക്ക് ചെയ്ത് വെക്കാനും കാശൊക്കെ വേണ്ടേ. ഒരാളെന്നെ കൊണ്ടുവന്നിട്ട് എല്ലാം നടത്തവും വേണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വലിയ ബുദ്ധിമുട്ടൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഈ ഉള്ള സൗകര്യത്തിലൊക്കെ ഞാൻ നല്ല അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് വലിയ എന്താ പറയുക ബുദ്ധിമുട്ടായിട്ടൊന്നും ഇതുവരെ തോന്നാറില്ല കേട്ടോ. അതുകൊണ്ട് ഏട്ടനൊക്കെ പറയും അങ്ങനെ ചെയ്യുക, ടാങ്ക് വയ്ക്കാം, പൈപ്പ് കണക്ഷനൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ മാറ്റി തള്ളി കൊണ്ടുപോകും കേട്ടോ. നമ്മൾ പുതിയ വീടൊക്കെ വയ്ക്കുമ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്യാമെന്നും പറഞ്ഞിട്ട് അത് എപ്പോൾ നടക്കുമെന്ന് എനിക്ക് അറിയില്ല, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നമ്മൾ പുതിയ വീട്ടിൽ ഇരിക്കാനുള്ള യോഗം ഉണ്ടോ എന്നുള്ളത് ഇതുവരെ അതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ നമ്മുടെ അടുക്കലും പെറുക്കലല്ല, കഴുകലും തൂക്കലും വെക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കുറച്ച് മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഏട്ടൻ രാവിലെ പുലർച്ചയ്ക്ക് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ മൂത്രം ഒഴിക്കാൻ എണീക്കുമ്പോൾ
എന്താണ് ആൾ വലയൊക്കെ നേരെയാക്കുന്നുണ്ട്. മിക്ക സമയത്തും അങ്ങനെ വലയൊക്കെ നേരെയാക്കും കേട്ടോ. ഉള്ളിൽ ഇങ്ങനെ ഹാളിലിരുന്നിട്ട് വലയൊക്കെ നേരെയാക്കാറുണ്ട്. പിന്നെ ഞാനങ്ങനെ വന്ന് അങ്ങനെ ഉറങ്ങി. പിന്നെ രാവിലെ എണീറ്റിട്ട് 6 മണിയാകുമ്പോൾ നോക്കണം ആളെ കാണാനില്ല, വണ്ടിയും ഇല്ല. അപ്പോൾ നേരത്തെ തന്നെ മീൻ പിടിക്കാനായിട്ട് പുഴയിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഒറ്റയ്ക്കല്ല, ഏട്ടൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയുണ്ട്. ആളിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും മീൻ പിടിക്കാൻ പോവുക. അപ്പോഴാണ് ഏട്ടനെ എന്താ പറയുക പോകാനുള്ളൊരു ഇൻട്രസ്റ്റും. ഒറ്റയ്ക്കൊന്നും അങ്ങനെ പോകാറില്ല കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ പോയി മീനൊക്കെ പിടിക്കാനായിട്ട് പോയിട്ട് വരുമ്പോൾ ഒരു 4-5 കരിമീനും പിന്നെ ഒരു വലിയ മീൻ കേട്ടോ. അത് ഇതിൻ്റെ പേരെനിക്കറിയില്ല, എന്തോ കൂരാന അങ്ങനെ എന്തോ ആണ് പറയണത് കേട്ടിട്ടുള്ളത്. ഏട്ടൻ അങ്ങനെയാണ് പറഞ്ഞത്. ഇതിൻ്റെ ശരിക്കുള്ള പേര് അതാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഏട്ടൻ വരുന്ന സമയത്ത് മീൻ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഏട്ടൻ മീനൊക്കെ ചതമ്പലൊക്കെ ഇങ്ങനെ പാറയിലിട്ട് ഉരച്ച് കഴുകി അതിൻ്റെ എന്താ പറയുക വേസ്റ്റൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുപോകും. പിന്നെ എനിക്കിവിടെ വന്നാൽ ഈ ചിറകുണ്ടല്ലോ അതൊക്കെ വെട്ടി മുറിച്ച് മാറ്റുക, പിന്നെ അതൊന്ന് വരഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് കഴുകിയെടുത്താൽ മാത്രം മതി. കാരണം അത്രയും ക്ലീൻ ആക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്, എല്ലാം വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരും. പിന്നെ നമുക്ക് ഈ ഒരു എന്താ പറയുക ചിറക് വെട്ടേണ്ട കാര്യമില്ലേ ഉള്ളൂ, അത് പിന്നെ കത്രിക കൊണ്ട് വേഗം വേഗം മുറിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ മീൻ കൊണ്ടുവരുമ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ വലിയ പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ അഥവാ നേരെയാക്കാണ്ടാണ് കൊണ്ടുവരുന്നെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിൽ തൊടാനൊന്നും പോയില്ല. പിന്നെ ഏട്ടൻ തന്നെ നേരെയാക്കുക. കാരണം എനിക്ക് ഈ പുഴ മീനിനോട് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ മീൻ പിടിക്കാൻ വല്ലപ്പോഴൊക്കെ പോകുമ്പോൾ കുഴപ്പമില്ല. എന്നും ഇങ്ങനെ പോകുമ്പോൾ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ ഇങ്ങനെ എന്താ പറയുക ദേഷ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്നെ ഒരുപാട് അങ്ങോട്ട് പ്രഷർ കയറ്റണ്ടെന്നും പറഞ്ഞിട്ട് ഏട്ടൻ തന്നെ ഒക്കെ വൃത്തിയാക്കി തരും. അപ്പോൾ പിന്നെ വൃത്തിയാക്കിയ മീൻ കറി വെച്ച് കൊടുത്താൽ മതിയല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ മൂപ്പർ എന്നെ എല്ലാം അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി എല്ലാം ചട്ടിയിലാക്കി തരും. എന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പെറുപെറു പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ പുഴമീൻ എന്നും കഴിക്കുമ്പോൾ ഒരു മടുപ്പല്ലേ. ഏത് മീനാണെങ്കിലും, ഇപ്പോൾ മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ദിവസവും അത് തന്നെയാണ്, അല്ലെങ്കിൽ ഒന്നര വിട്ട ദിവസങ്ങളിൽ അത് തന്നെയാണുമ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ തന്നെയാണ്. അപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹത്തോടെ നമ്മളത് വേണ്ട രീതിയിൽ എല്ലാം വെച്ചുണ്ടാക്കി നമ്മളും കഴിക്കും. ഇതിപ്പോൾ എന്താ പറയുക ഒരു മടുപ്പ് പോലെയാണ് ഇവിടെ പിള്ളേർക്കും എനിക്ക് കേട്ടോ. പിന്നെ വറുത്താലൊക്കെ കഴിക്കും. പിന്നെ കരിമീനൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കില്ല, കാരണം അത് നല്ല മീനായതുകൊണ്ട് കാശ് കൊടുത്താൽ പോലും നമുക്ക് കിട്ടാൻ വഴിയില്ല കരിമീൻ. അപ്പോൾ അതൊക്കെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ കഴിക്കും കേട്ടോ. കരിമീനൊക്കെ കൊണ്ടുവരുമ്പോൾ വറുത്ത് കഴിക്കും. അത് പിള്ളേർക്കും എനിക്കും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്തായാലും ആ മീനൊക്കെ ഒന്ന് വരഞ്ഞ് ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി അങ്ങോട്ട് എടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. മഞ്ഞൾ, ഉപ്പ്, മുളക്, പിന്നെന്താ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊരു പേസ്റ്റാക്കിയിട്ട് നമ്മളിതാ ഒക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ അതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ വേണ്ട സമയത്തെടുത്ത് വറുത്തിട്ടോ പൊരിച്ചിട്ടൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ എന്തായാലും ഇതാ കരിമീനൊക്കെ നമ്മുടെ മസാലയിൽ കുളിപ്പിച്ച് അങ്ങോട്ട് എടുത്ത് കുട്ടപ്പനാക്കി അങ്ങോട്ട് വയ്ക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ തണുത്ത് വിറങ്ങലിച്ചിരുന്നോട്ടെ, നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി. അപ്പോൾ നമ്മളിതാ നമ്മുടെ മീനൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് ഇനിയിപ്പോൾ മീൻ കറി ഉണ്ടാക്കണ ഒരു തിരക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ ചോറും കറിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ മീനൊക്കെ വൃത്തിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ അടുപ്പത്ത് തീ പൂട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ചോറ് വയ്ക്കാൻ പോണേ ഉള്ളൂ. ഇപ്പോൾ സമയം ഒരു 10:30 ആവണേ ഉള്ളൂ കേട്ടോ. അത്ര സമയമൊന്നും ആയില്ല. പക്ഷേ വെയിൽ കാണുമ്പോൾ നട്ടുച്ച പോലെ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ വെയിലാണ്. അപ്പോൾ എന്താ പറയുക പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ചൂടാണ് കേട്ടോ. പിന്നെ പോരാത്തതിന് തൊട്ടപ്പുറത്തുള്ള തൊടിയൊക്കെ അയർത്ത് വൃത്തിയാക്കി മൊത്തത്തിൽ എന്താ പറയുക ചുറ്റുഭാഗം ക്ലീനായി കിടക്കുന്നതുകൊണ്ട് നല്ല ചൂടും വെയിലും വെളിച്ചവും പറഞ്ഞ പോലെ ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഭയങ്കര ചൂടാണ് കേട്ടോ. പാലക്കാട് നല്ല പൊതുവെ എല്ലായിടത്തും ചൂട് തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്താ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്താക്കി വെച്ചതിന് ശേഷം മീൻ കറിക്ക് വേണ്ടിയിട്ട് ചെറിയുള്ളിയൊക്കെ ഒന്ന് എടുത്ത് നേരെയാക്കാൻ കേട്ടോ. ഉപ്പുളിയൊക്കെ വെള്ളത്തിലിട്ടു. ഇനിയിപ്പോൾ മീൻ കറി വെക്കാനുള്ള കുഞ്ഞുള്ളി എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ നേരെയാക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നുള്ളി എടുക്കണം. അപ്പോൾ എന്താണ് ചോറ് അരിയൊക്കെ ഇട്ട് വേവുമ്പോഴേക്കും നമുക്ക് ഈ ഒരു മീൻ കറിൻ്റെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനിടയ്ക്ക് പിന്നെ നമുക്ക് വേറെ പണികൾ ഓരോന്നും ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കും. അപ്പോൾ എന്താണ് നമ്മൾ കുഞ്ഞുള്ളി അങ്ങനെ നേരെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരാറായിട്ടുണ്ട്. അങ്ങനെ ഞാനത് അരിയൊക്കെ ഒന്ന് കഴുകാണ് കേട്ടോ. അരിയൊക്കെ കഴുകിയിട്ട് നമ്മൾ ഈ ടാങ്കിൽ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ അരി കഴുകുന്നത്. കാരണം ഡെയിലി ഞാൻ വെള്ളം അടിച്ച് നിറയ്ക്കുന്നതാണ്. പിന്നെ ചളി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒരു മാസത്തിലൊക്കെ ഞാൻ ഈ ടാങ്ക് കഴുകുന്നുള്ളൂ.
എന്താണ് അടിയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചളിയൊക്കെ വരാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എടുക്കുന്നത് തെളിഞ്ഞ വെള്ളം തന്നെയാണ്. ഇപ്പോൾ എല്ലാ വീടുകളിലും ഇപ്പോൾ നമ്മൾ മേലെ വാർപ്പിൻ്റെ മേലെ ഇങ്ങനെ ടാങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പോയി നോക്കിയാൽ അറിയാം അതിൻ്റെ അകത്ത് എത്ര മാത്രം ചളി ഉണ്ടെന്ന്. പക്ഷേ ഞാനിവിടെ മാസത്തിൽ ഒരിക്കലാണെങ്കിൽ ഈ ഒരു ടാങ്ക് കഴുകാറുണ്ട് കേട്ടോ. പഴയ ടാങ്ക് പൊട്ടിപ്പൊളിഞ്ഞ ടാങ്ക് ഉണ്ടല്ലോ, അതിങ്ങനെ ഡെയിലി അല്ല, ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും കഴുകിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പോൾ അങ്ങനെ ചരിച്ച് മറിച്ച് ഇട്ടിട്ട് ആ ടാങ്കിൻ്റെ പണി കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ഏട്ടൻ ഇതിൽ തൊട്ട് പോകരുത്, ഇത് അങ്ങോട്ട് ഇതാക്കാനൊന്നും നിൽക്കണ്ടെന്നും പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ മാസത്തിൽ ടാങ്കൊക്കെ കഴുകി വൃത്തിയാക്കണം. ആരാണത്? ഓടി 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 ഓടിയ ഇവിടെ ഓടി 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 ഓടിയ ഓടി പാടാ. ദാ വാടാ എന്താണ് എന്താണ്? അപ്പോൾ അരിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ നിഴൽ കാണുമ്പോൾ നമ്മുടെ മീൻകുട്ടന്മാരിങ്ങനെ മുകളിലേക്ക് വരികയാണ് കേട്ടോ, തീറ്റി ഇടാനാണെന്നും പറഞ്ഞിട്ട്. അവന്മാർക്ക് ഇങ്ങനെ നമ്മൾ സൗണ്ട് ഉണ്ടാക്കി വെച്ച നമ്മുടെ ശബ്ദം കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാവും. നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് അടുത്ത് പോയി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ എന്താ പറയുക സൗണ്ട് പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിനെ കളിപ്പിച്ച് ഇത്തിരി അരിമണിയൊക്കെ ഇട്ട് കൊടുത്ത് നോക്കിയിട്ടാ. ചിലവരൊക്കെ തിന്നുണ്ട്, ചിലതൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അരിയൊന്നും ഇട്ട് കൊടുക്കാറില്ല ഞങ്ങൾ, കാരണം പടുതാക്കുളം ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എന്താ പറയുക അരി പച്ചക്കറി അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുളം വേഗം അങ്ങോട്ട് ചീത്തയാവും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. നമ്മൾ ആ മീനിൻ്റെ തീറ്റി ഉണ്ടല്ലോ, പെല്ലറ്റ്, അത് തന്നെ ഇടുകയുള്ളൂ. 2 നേരം ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ അരി കഴുകിയിട്ടു. പിന്നെ നമ്മുടെ ചോറ് ആയിട്ടുണ്ട് കേട്ടോ. ചോറ് വെന്തതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുപ്പത്ത് മീൻ കറിക്കുള്ളതൊക്കെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് മീൻ കറിക്കുള്ളത് റെഡിയാക്കുന്നത്. അങ്ങനെ ചട്ടിയൊക്കെ വെച്ച് നമ്മുടെ പതിവ് പോലെ തന്നെയുള്ള മീൻ കറിയാണ്. ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. മീൻ കറി എന്ന് പറയുമ്പോൾ മീൻ വറ്റിച്ചത് കേട്ടോ, തേങ്ങയൊന്നും ഇല്ലാണ്ട് വറ്റിച്ചത്. മിക്കവാറും ഞാൻ പുഴമീൻ അങ്ങനെ തേങ്ങ ഇട്ട് വെക്കാറില്ല. ഇപ്പം പിന്നെ തേങ്ങ എടുക്കാനും ഇല്ല, കാശ് കൊടുത്താൽ പോലും കിട്ടാനുമില്ല. നമ്മുടെ വീട്ടിലെ തെങ്ങിലാണെങ്കിൽ ഒരു 2 കൊല്ലം നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ താഴെ നിന്ന് ഇങ്ങനെ നോക്കുക എന്നല്ലാണ്ട് എന്താ പറയുക തേങ്ങ ഇടാനുള്ള ആളിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് തേങ്ങ ഇടില്ല. വല്ലപ്പോഴൊക്കെ വീണ് കിട്ടുമ്പോഴും ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി പുഴയിൽ പോകുമ്പോൾ ചിലപ്പോൾ പുഴയരികത്തൊക്കെ തെങ്ങുണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ തേങ്ങയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 1 2 ഭാഗ്യത്തിന് കിട്ടിയാൽ അങ്ങനെ കൊണ്ടുവരും. പിന്നെ തൊടിയിൽ തേങ്ങയൊക്കെ ഉണ്ടാവും, പക്ഷെ ഞങ്ങളൊന്നും പോകാറില്ല കേട്ടോ. പിന്നെ അവിടെ ഏട്ടന്മാരൊക്കെ ഉള്ളത് കൊണ്ട് അവർ തന്നെയാണ് ആ തേങ്ങയൊക്കെ ഇട്ടിട്ട് അവരെടുക്കും. പിന്നെ ഞങ്ങളങ്ങനെ പോകാറില്ല കേട്ടോ. അപ്പം തേങ്ങയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും ഇപ്പോൾ തേങ്ങയില്ലാത്ത കറികളാണ് ഇവിടെ. അപ്പോൾ എന്താണെങ്കിലും നമ്മളെ മീൻ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, പുളിവെള്ളമൊന്നും അങ്ങനെ ഒഴിച്ചിട്ടില്ല. എന്താ പറയുക നല്ല പറ്റിച്ചിട്ട് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ആ ഒരു മീൻ വറ്റിച്ചത് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ മീനൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ കുറേ തുണികളുണ്ടായിരുന്നു, അതൊക്കെ കഴുകിയിട്ട് കുളിയും നനയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ തുണി പിഴിഞ്ഞിടാനായിട്ട് വന്നത് കേട്ടോ. തുണി 1-2 വട്ടം പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് പോയതായിരുന്നു. പിന്നെ അവസാനം ഒന്നും കൂടെ പിഴിയാണ്. അങ്ങനെ കുളിയും കഴിഞ്ഞ് വന്നു. അപ്പോൾ മീൻ കറി അടുപ്പത്ത് നമ്മൾ ഈ ഒരു ചെറിയ കനലിൽ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക പുളിയും ഉപ്പും പുളിയൊക്കെ അങ്ങനെ ആ മീനിൻ്റെ കഷ്ണത്തിൽ പിടിച്ച് ഇങ്ങനെ വറ്റി നമുക്ക് അവസാനം നോക്കുമ്പോൾ ചാറൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ചാറൊക്കെ എന്താ പറയുക മീൻ കഷ്ണവും ചാറും ഒക്കെ ഇങ്ങനെ പറ്റിയിരിക്കുമ്പോഴാണ് ആ ഒരു മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുപോലത്തെ ഒരു മീൻ കറിയായിരുന്നു കേട്ടോ ഇന്ന്. കാരണം എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും മീൻ കറി അവിടെ സെറ്റായി വന്നു. പിന്നെ പുഴമീനായതുകൊണ്ട് അങ്ങനെ ഉടയൊന്നുമില്ല കേട്ടോ. പുളിയൊക്കെ തട്ടുമ്പോൾ ഉടയൊന്നുമില്ല. വെട്ടിത്തിളയ്ക്കുന്ന മീനിൽ വെട്ടിത്തിളയ്ക്കുന്ന കറിയിൽ മീനിട്ടാലും അത് ഉടഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ മത്തിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ എന്തായാലും മീൻ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ, സെറ്റായിരുന്നു. അങ്ങനെ നമ്മൾ തുണിയൊക്കെ പിഴിഞ്ഞ് അങ്ങോട്ട് വിരിച്ചിടുകയാണ്. കണ്ടില്ലേ, നമ്മുടെ തൊടിയിൽ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര വെയിലും ചൂടുമാണ്. ആകെ തൊടി പിന്നെ മൊത്തത്തിൽ അങ്ങനെ എന്താ പറയുക കുറേ പുല്ലും ചപ്പും ഒക്കെ ഉണ്ടായിരുന്നൊക്കെ ഉണങ്ങി ഇപ്പം എന്താ പറയുക തീ കൊളുത്തി വിട്ട ഇപ്പം കത്തുന്നുമുള്ള മട്ടിയിലാണ്. പോരാത്തതിന് പട്ടത്തണ്ടും ഒക്കെ വീണിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി അടുത്ത് വൃത്തിയാക്കി വെക്കണം.
പൊടിയൊക്കെ വൃത്തിയാക്കാൻ നിന്ന് ഒരുപാട് പണികളുണ്ട്. നമ്മളെ കൊണ്ട് അതിനെ വയ്ക്കാത്തതുകൊണ്ട് അങ്ങനെ ഈ പണിക്ക് നിൽക്കില്ല കേട്ടോ. അങ്ങനെ പിന്നെ വേഗം ഓടി വന്ന് പിന്നെ കുറച്ച് ഉപ്പേരിക്കുള്ളതൊക്കെ മുറിച്ചിട്ട് നമ്മുടെ എന്താണ് അവരൊക്കെയുണ്ടല്ലോ അത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മുറിക്കാനായിട്ട് നിന്നു. പിന്നെ അത് ഉപ്പേരി ഉണ്ടാക്കിയിട്ടാണ്. അതൊന്നും പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ടൊന്നും പോയില്ല. പിന്നെ നമ്മളത് ആ മീനൊക്കെ പൊരിക്കാനായിട്ട് വെച്ചു. നമ്മുടെ കരിമീനുണ്ടല്ലോ അത് 2 എടുത്ത് വറുക്കാനായിട്ട് വെച്ചു. കാരണം ഞാനും ചാരുമോളേ ഉള്ളൂ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് 2 മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അങ്ങനെ കരിമീനും വറുത്ത് പിന്നെ അവരയ്ക്ക് ഉപ്പേരിയും മീൻ കറിയും കൂടിയാണ് ഇന്ന് കഴിക്കാനായിട്ട്. പിന്നെ ഇന്നലെ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ അല്ല 2 ദിവസമായിട്ടാണ് മാങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ട് അന്ന് ഉണ്ടാക്കിയതാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ആ ഒരു മാങ്ങ അച്ചാറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ മതിയല്ലോ നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട്. ഇതും കൂടെ വേണ്ട, ഒരു ഉപ്പേരിയും ഇത്തിരി വെള്ളം ഒഴിച്ച് ഈ അവരയ്ക്ക് ഉപ്പേരി ഉണ്ടെങ്കിൽ ഞാൻ സുഖമായിട്ട് കഴിക്കും. ഇന്നിപ്പോൾ ഇവിടെയൊക്കെ വെച്ചത് കൊണ്ടൊക്കെ ഒന്ന് എടുത്തിട്ട് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മീൻ വറുത്തതും അവരയ്ക്ക് ഉപ്പേരിയും അച്ചാറും നമ്മുടെ പുഴമീൻ വറ്റിച്ചതും ഒക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിച്ച്. നല്ല മീൻ കറി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നല്ല ചൊടുക്കനി ഉണ്ടായിരുന്നു എന്ന് പറയില്ലേ, അതുപോലെ. ഞാനങ്ങനെ പുഴമീനൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കഴിക്കില്ല. പക്ഷേ ഇത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ ചോറും പാത്രമൊക്കെ എടുത്ത് ടേബിളിൻ്റെ മേലെ ഇരുന്ന് ഇന്ന് ചോറ് ഉണ്ണണമെന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ എപ്പോഴും ആ ടി വിൻ്റെ മുമ്പിൽ സോഫൻ്റെ താഴെ ഇരുന്നിട്ട് നിലത്ത് ഇരുന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. എപ്പോഴും എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ഇന്നിപ്പോൾ ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുക്കുക. വീഡിയോ എടുക്കുക പറഞ്ഞാൽ എപ്പോഴും ഞാനിങ്ങനെ ചോറ് കഴിക്കുന്നതൊന്നും വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കാം കേട്ടോ. വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചാരു പിന്നെ അവിടെ മിണ്ടാതെ അവിടെ പോയിട്ട് ടി വിയും കണ്ടുകൊണ്ട് അങ്ങനെ ചോറിന് കൊണ്ടിരിക്കുകയാണ്, വീഡിയോയിൽ നിൽക്കാൻ മടിച്ചിട്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് കഴിക്കണമെന്ന് പറഞ്ഞിട്ടൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ചാരുമോൾ ഇവിടെ ഇരുന്ന് കഴിച്ചതാണ് എൻ്റെ ഒപ്പം. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾ പോയി. അപ്പോൾ എന്നാണെങ്കിൽ അതാ ഞാൻ ചോറൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്ന് മയങ്ങി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ രാവിലെ മുതൽ ഇങ്ങനെ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഒരു കുളിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, ഒരു തണുപ്പാണല്ലോ. തലമുടിയൊക്കെ ഒന്ന് തണുക്കുമ്പോൾ നമുക്കൊരു മയക്കം, വല്ലാത്തൊരു മയക്കം, അവിടെ ഇല്ലാത്തൊരു മയക്കം വരും. ഒരു 10 മിനിറ്റ് കണ്ണ് ചെമ്പിയില്ലെങ്കിൽ എനിക്ക് ആകെ ഒരു മൂടോഫാണ് കേട്ടോ വൈകുന്നേരത്ത്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അങ്ങനെ കിടന്നു. പിന്നെ ചാരു വന്നിട്ട് എനിക്ക് വിശക്കും, എന്താണ് ചായ ഇട്ടതാ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിത്താന്നും പറഞ്ഞിട്ട് ട്യൂഷന് പോകണ മുമ്പ് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കിത്താമെന്നും പറഞ്ഞിട്ട് പിന്നാലെ വരികയാണ്. അപ്പോൾ ഉറങ്ങാൻ സമ്മതിക്കാത്തതുകൊണ്ട് പിന്നെ ഞാനൊരു 3:30 ആയപ്പോൾ എണീറ്റ് വന്നു. അങ്ങനെ ഇന്നിപ്പോൾ ചായ വെക്കാനായിട്ട് പാലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കട്ടൻ ഇട്ട് തരട്ടെന്ന് പറഞ്ഞപ്പോൾ കട്ടൻ അവൾക്ക് വേണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്തു, കോറയുണ്ടല്ലോ റാഗിപ്പൊടി, അതെടുത്തിട്ട് കുറുക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്നും വിചാരിച്ച് അങ്ങനെ അടുപ്പത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ദണ്ഡി പീച്ചും അത് ഹവിഷ് ഹാർവെസ്റ്റിംഗ് ആണ്. ഇതെന്താ ഇത് ബെഡ് കിടക്കണ കോലം ചാരു? ആ തുണികളൊക്കെ യൂണിഫോമൊക്കെ അങ്ങനെ അഴിച്ചിട്ടിരിക്കുന്നു. South of the Gujarat, the coastal plain is known as Konkan coast. The length is about 500 kilometers. 500 kilometers. അപ്പോൾ ഇങ്ങനെ റാഗിപ്പൊടി കൊണ്ട് കുറുക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ മിക്ക സമയത്ത് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ്, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ തേങ്ങാപ്പാലും പാലും വീട്ടിലില്ലാത്തത് കൊണ്ട് പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കി പിന്നെ ശർക്കരയും ഇട്ടു, ഇത്തിരി ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് ഞാൻ കലക്കിയെടുത്താണ് കേട്ടോ, കുറുക്കിയെടുത്താണ്. അവസാനം ഇതാ കുറച്ച് നെയ്യും കൂടെ ഇടാം. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. അപ്പോൾ 200 മില്ലി ബോട്ടിലിൻ്റെ ഒരു ബോട്ടിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടിഫിൻ ബോക്സിൽ ഉണ്ടായിരുന്നു. അത് ഇന്നാളെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം ചാരുമോളുടെ ബർത്ത്ഡേക്ക് ബിരിയാണി വെക്കുന്ന സമയത്ത് ആ ഒരു നെയ്യ് ഇട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു 250 ഗ്രാമോളം നെയ്യ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ബോട്ടിലാക്കി വെച്ചതിൽ നിന്ന് കുറച്ച് നെയ്യ് എടുത്ത് ഇട്ടു. നല്ല മണമാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയതാണെന്നൊന്നും പറയില്ല, കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ മണവും ടേസ്റ്റും ഒക്കെയാണ്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നെയ്യ്. അപ്പോൾ പാലൊന്നും ചേർക്കാത്തത് കൊണ്ട് കുറച്ച് നെയ്യ് അങ്ങോട്ട് അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു നെയ്യിൻ്റെ മണമൊക്കെ കൂടി കഴിക്കുമ്പോൾ നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇത്തിരി ഇങ്ങനെ
കുടിക്കണ പോലെ നമ്മൾ പായസമൊക്കെ കുടിക്കില്ലേ ആ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. കുറച്ചും കൂടെ കട്ടിയാക്കിയിട്ടാണ് നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കുന്നത്, നമ്മൾ കൂളൊക്കെ കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു പാകത്തിനാണ് കേട്ടോ ഞാൻ എടുത്തത്. അങ്ങനെ പിന്നെ നമ്മളിതാ വൈകുന്നേരം ഞങ്ങളിതാ ഒരേ വീഡിയോ എടുക്കലാണല്ലേ. അപ്പം നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാലക്കാട് തെരുവത്ത് പള്ളി നേർച്ചയാണെന്ന്. നമ്മുടെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഞങ്ങളുടെ പള്ളിയിൽ ചോറ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ തുടങ്ങുകയാണ് കേട്ടോ. നേർച്ചയ്ക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നേർച്ച അധികം തിരക്കൊന്നുമില്ല. പിന്നെ ഇന്നിപ്പോൾ പള്ളിയിൽ അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അന്നദാനവും കഴിക്കാമെന്നും പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കയറി പിന്നെ ഇതാ അന്നദാനമൊക്കെ കഴിച്ചിങ്ങനെ മടങ്ങുകയാണ് കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല. ഇനിയിപ്പോൾ ഇന്നും നാളെയൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കാണ്. അപ്പോൾ അത് അവിടെ കണ്ടില്ല ചാരുമോള് പ്രാർത്ഥനയൊക്കെ കേട്ട് ആസ്വദിച്ച് അങ്ങോട്ട് ഇരിക്കുകയാണ് കേട്ടോ പുള്ളിക്കാരത്തി. وإلى حضرة أصحابه البدريين واللهديين والحندقين والتبوكين وصائر الصحابة عبد القادر الجيلاني قدس الله سر العزيز وإلى حضرة سلطان العارفين بالعباس أحمد الكبير رفاعي قدس الله سر العزيز وإلى حضرة سلطان وإلى حضرة شهداء الأرباب قدس الله سره ഐസ്ക്രീം കഴിച്ചോ? എന്തൊക്കെ അച്ഛൻ വാങ്ങിച്ചെന്ന്? എന്തൊക്കെ വാങ്ങിച്ചെന്ന് പറ. നാളെ വാങ്ങിച്ചു തരാ പറഞ്ഞ. അതാ അച്ഛനും മക്കളും ഒരേപോലെ ഡ്രസ് കോഡ്. അങ്ങനെ പള്ളി നേർച്ചേൻ്റെ ആദ്യത്തെ ദിവസമാണ് കേട്ടോ. കടകളൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ. ഇനിയിപ്പോൾ 2 ദിവസം ഇവിടെ കാല് കുത്താനായിട്ട് പറ്റില്ല, ഒരാഴ്ച ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. അപ്പോൾ എന്താണെങ്കിലും നമ്മളിതാ പള്ളി നേർച്ചയൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഓട്ടോയിൽ കുട്ടികളും പോകുന്നുണ്ട്, ഞാൻ ബാക്കിൽ വണ്ടിയിലും പോകുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്ക് എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ബൈ.